Hello students, it's me Joyce Abraham. Welcome to Maths Learning Hub. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമുക്കത് വൺ ബൈ വൺ ആയിട്ട് സോൾവ് ചെയ്യാം. Question number 1. Show that root 7 is an irrational number. നമ്മൾ റൂട്ട് 2 റൂട്ട് 3 ഒക്കെ ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്ത് അതേപോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾ എന്ത് അസ്യൂം ചെയ്യണം? റൂട്ട് 7 റാഷണൽ നമ്പർ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. Assume that root 7 is rational. So root 7 നമുക്ക് എങ്ങനെ എഴുതാം? റാഷണൽ നമ്പേഴ്സിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് a by b എന്ന് എടുക്കാം. where a and b are കോപ്രൈം. എന്തായിരുന്നു കോപ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എക്കും ബിക്കും 1 മാത്രമേ കോമൺ ഫാക്ടർ ആയിട്ടുണ്ടാവുള്ളൂ, വേറെ ഒരു കോമൺ ഫാക്ടറും ഉണ്ടാവില്ല. അതാണ് കോപ്രൈം എന്ന് പറഞ്ഞാൽ. നമ്മൾ ഈ കണ്ടീഷനെയാണ് ഇനി കോൺട്രഡിക്റ്റ് ചെയ്യാൻ പോകുന്നത്. ദെൻ സ്ക്വയറിംഗ് വി ഗെറ്റ്, ആഫ്റ്റർ സ്ക്വയറിംഗ് 7 ഈക്വൽ ടു എ സ്ക്വയർ ബൈ ബി സ്ക്വയർ, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 7 ബി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. 7 ഇൻറ്റു ബി സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയറിനോട് ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാൻ പറ്റും? 7 ഡിവൈഡ്സ് എ സ്ക്വയർ. 7 എ സ്ക്വയർ എന്ന് പറയുന്ന നമ്പറിനെ ഡിവൈഡ് ചെയ്യും. ദെൻ ബൈ തിയറം നമ്മൾ ഒരു തിയറം പഠിച്ചായിരുന്നു, ലെറ്റ് പി ബി എ പ്രൈം നമ്പർ ഇഫ് പി ഡിവൈഡ്സ് എ സ്ക്വയർ ദെൻ പി ഡിവൈഡ്സ് എ ഓൾസോ. തിയറം എന്തായിരുന്നു? ഇഫ് പി ഡിവൈഡ്സ് എ സ്ക്വയർ ദെൻ പി ഡിവൈഡ്സ് എ ഓൾസോ. സോ ഈ തിയറം നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും 7 ഡിവൈഡ്സ് എ സ്ക്വയർ നമുക്ക് എന്തെഴുതാം? 7 ഡിവൈഡ്സ് എ. 7 ഡിവൈഡ്സ് എ. ഇത് ഞാൻ റിസൾട്ട് 1 ആയിട്ട് കൊടുക്കുന്നു. ഇനി 7 എന്ന് പറയുന്ന നമ്പർ എ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്നത് 7ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ എ ഇസ് ഈക്വൽ ടു 7c വേർ സി ഇസ് ആൻ ഇൻറ്റിജർ. ഇനി അടുത്തത് നമ്മൾ മുകളിൽ എഴുതിയ റിസൾട്ട് ഞാൻ ഒന്നുകൂടെ എടുത്ത് എഴുതാൻ പോവാണ്. വി ഹാവ് 7 ബി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. ഈ റിസൾട്ട് ഒന്നുകൂടെ എടുത്ത് എഴുതി. ഇനി ഇവിടെ എയുടെ പ്ലേസിൽ 7c എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇപ്പം എന്താ വരിക? 7 ബി സ്ക്വയർ ഈക്വൽ ടു 7 ഇൻറ്റു സി ദ ഹോൾ സ്ക്വയർ, അല്ലെങ്കിൽ അത് 49 സി സ്ക്വയർ എന്ന് എഴുതാം. ഈ 7ഉം 49ഉം കൂടെ കട്ട് ചെയ്ത് പോയി കഴിയുമ്പോൾ ഇവിടെ പിന്നെയും നമുക്ക് 7 കിട്ടും. Therefore ബി സ്ക്വയർ ഈക്വൽ ടു 7 സി സ്ക്വയർ. നോക്കിയേ, ബി സ്ക്വയർ എന്ന് പറയുന്നത് 7 ഇൻറ്റു സി സ്ക്വയർ ആണ്. നമുക്ക് എന്ത് പറയാം? 7 ഡിവൈഡ്സ് ബി സ്ക്വയർ. 7 ഡിവൈഡ്സ് ബി സ്ക്വയർ. കാരണം നോക്കി, ഇവിടെ നമ്മൾ എ സ്ക്വയർ എന്ന് പറയുന്നത് 7 ഇൻറ്റു ബി സ്ക്വയർ ആയപ്പോഴേക്കും നമ്മൾ എങ്ങനെ എഴുതിയത്? 7 ഡിവൈഡ്സ് എ സ്ക്വയർ. അതുപോലെ ഇവിടെ ബി സ്ക്വയർ ഈക്വൽ ടു 7 ഇൻറ്റു സി സ്ക്വയർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 7 ബി സ്ക്വയർ എന്ന് പറഞ്ഞ, കാരണം 7 ഇൻറ്റു സി സ്ക്വയർ ചെയ്യുമ്പോഴാണ് ബി സ്ക്വയർ കിട്ടുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ബി സ്ക്വയർ ലാർജർ നമ്പർ ആയിരിക്കും, 7ന്റെ മൾട്ടിപ്പിളും ആയിരിക്കും. അപ്പോൾ 7 എന്ന് പറയുന്നത് ബി സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യും. ദെൻ യൂസിങ് ദ തിയറം വി ഹാവ് 7 ഡിവൈഡ്സ് ബി. 7 ഡിവൈഡ്സ് ബി. ഇത് റിസൾട്ട് 2 ആയിട്ട് ഞാൻ കൊടുക്കുക. ദെൻ ഈ റിസൾട്ട് 1ഉം 2ൽ നിന്നും നമുക്ക് എന്തെഴുതാം? 7 എയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്, 7 ബിയെയും ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രം 1 ആൻഡ് 2 നമുക്ക് എന്ത് പറയാം? From 1 and 2, 7 divides both A and B. എയും ബിയെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്, both A and B. പക്ഷേ നമ്മൾ ഫസ്റ്റ് എന്തായിരുന്നു കണ്ടീഷൻ എടുത്തത്? എ ആൻഡ് ബി ആർ കോപ്രൈം. എയും ബിയും കോപ്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്കും ബിക്കും 1 മാത്രമേ കോമൺ ഫാക്ടർ ഉള്ളൂ. പക്ഷേ ഇപ്പം നമുക്കിവിടെ പ്രൂവ് ചെയ്തപ്പോൾ കിട്ടിയത് എന്തായിരുന്നു? 7 എന്ന് പറയുന്ന എയും ബിയെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് എയുടെയും ബിയുടെയും കോമൺ ഫാക്ടറാണ് 7 എന്ന് പറഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ ഫസ്റ്റ് നമ്മൾ അസ്യൂം ചെയ്തതിനെ കോൺട്രഡിക്റ്റ് ചെയ്തിരിക്കുകയാണ്. എയും ബിയും കോപ്രൈം ആണെന്നുള്ള കണ്ടീഷനെ കോൺട്രഡിക്റ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു കോൺട്രഡിക്ഷൻ നമുക്കിവിടെ കിട്ടി. അങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ ഒക്കർ ചെയ്യാനുള്ള റീസൺ എന്താ? നമ്മളുടെ ഫസ്റ്റ് അസംഷൻ, അതായത് റൂട്ട് 7 റാഷണൽ ആണെന്ന് അസ്യൂം ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ ഒക്കർ ചെയ്തത്. സോ ദിസ് കോൺട്രഡിക്ഷൻ ഒക്കേഴ്സ് ഓഫ് അവർ റോങ് അസംഷൻ ദാറ്റ് റൂട്ട് 7 ഇസ് എ റാഷണൽ നമ്പർ. Therefore റൂട്ട് 7 റാഷണൽ അല്ല. Therefore റൂട്ട് 7 ഇസ് ആൻ ഇറാഷണൽ നമ്പർ. അതിനി നമുക്കൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം?
Therefore, A and B have at least 7 as a common factor, but this contradicts the fact that A and B are coprime. This contradiction occurs of our wrong assumption that root 7 is a rational number. Therefore, root 7 is an irrational number. Second question, show that 2 root 7 minus 1 is an irrational number. First, നമ്മൾ അപ്പോൾ എന്താ assume ചെയ്യേണ്ടത്? 2 root 7 minus 1 rational number ആണെന്ന് assume ചെയ്യുക. Assume that 2 into root 7 minus 1 is a rational number. So, rational number ആയതുകൊണ്ട് 2 root 7 minus 1 നമുക്ക് a by b എന്ന് എഴുതാം, where a and b are coprime. ഇൻറ്റിജേഴ്സും ആണ്, അതുപോലെ തന്നെ കോപ്രൈം. 1 അല്ലാതെ വേറെ കോമൺ ഫാക്ടേഴ്സ് ഒന്നും എക്കും ബിക്കും ഉണ്ടാവില്ല. ഇനി നമുക്കിതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പം 2 root 7 ഈക്വൽ ടു, ഞാൻ മൈനസ് 1നെ റൈറ്റ് സൈഡിലേക്ക് ആദ്യം എഴുതുക, പ്ലസ് 1 ആവും. ഇവിടെ എൽസിയം എടുക്കുമ്പോൾ എന്താ വരുന്നത്? എ പ്ലസ് ബി ബൈ ബി. ഇപ്പോൾ 2 root 7 ഈക്വൽ ടു എ പ്ലസ് ബി ബൈ ബി, അല്ലെങ്കിൽ റൂട്ട് 7 ഈക്വൽ ടു എ പ്ലസ് ബി ബൈ 2b. ഞാൻ പറഞ്ഞായിരുന്നു, ഇപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ റൂട്ട് വരുന്ന വാല്യൂ ഒരു സൈഡിൽ, ഒന്നല്ല ലെഫ്റ്റ് സൈഡിൽ നിർത്തിയിട്ട് ബാക്കിയുള്ള ടേംസിനെയൊക്കെ റൈറ്റ് സൈഡിലേക്ക് എഴുതുക. അപ്പോൾ നമുക്കറിയാം ഇവിടെ എയും ബിയും ഒക്കെ ഇൻറ്റിജേഴ്സ് ആണ്. അപ്പം സിൻസ് 2 ഇൻറ്റിജർ ആണ്, അതുപോലെ എ ആൻഡ് ബി ആർ ഇൻറ്റിജേഴ്സ് ആയതുകൊണ്ട് ഈ എ പ്ലസ് ബി ബൈ 2b എന്ന് പറയുന്നത് എന്തായിരിക്കും? എ പ്ലസ് ബി ബൈ 2b എന്ന് പറയുന്നത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? പി ബൈ ക്യൂ ഫോമിലാണ്. പി ബൈ ക്യൂ ഫോമിലുള്ള നമ്പേഴ്സ് എല്ലാം അതിന് ജനറൽ ആയിട്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റാഷണൽ നമ്പർ. സിൻസ് 2a and b are integers, a plus b by 2b is a rational number. പക്ഷേ ഇവിടെ നമുക്കറിയാം എ പ്ലസ് ബി ബൈ 2b എന്തിനോട് ഈക്വൽ ആയിട്ടാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്? റൂട്ട് 7. അപ്പോൾ ഇത് റൈറ്റ് സൈഡിലുള്ളത് ഒരു റാഷണൽ നമ്പർ ആണെങ്കിൽ അത് ഈക്വൽ ടു റൂട്ട് 7 ആണെങ്കിൽ റൂട്ട് 7 എന്തായിരിക്കും? റാഷണൽ നമ്പർ ആയിരിക്കും. സോ ഇവിടെ നമുക്ക് എഴുതാം റൂട്ട് 7 is a rational number. പക്ഷെ നമ്മൾ തൊട്ട് മുമ്പത്തെ ഫസ്റ്റ് പ്രോബ്ലത്തിൽ എന്താണ് പ്രൂവ് ചെയ്തത്? റൂട്ട് 7 ഇറാഷണൽ എന്നാണ് പ്രൂവ് ചെയ്തത്. ബട്ട് ദിസ് കോൺട്രഡിക്ട്സ് ദ ഫാക്ട് ദാറ്റ് root 7 is irrational. റൂട്ട് 7 ഇറാഷണൽ ആണെന്നുള്ള ഫാക്റ്റിനെയാണ് ഇവിടെ കോൺട്രഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇസ് റാഷണൽ. സോ ഇപ്പോൾ അത് ഞാൻ പറഞ്ഞു, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ മാർക്കിനനുസരിച്ചിട്ട് വേണം ആൻസർ എഴുതാനായിട്ട്. ഇപ്പോൾ ഒരു 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ദ ഫാക്ട് ദാറ്റ് റൂട്ട് 7 is irrational, this contradicts the fact that root 7 is irrational എന്ന് വെറുതെ എഴുതിയാൽ മതി. അല്ലെങ്കിൽ we know that root 7 is an irrational എന്ന് എഴുതിയാൽ മതി. അതല്ല 3 മാർക്സിൻ്റെ 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ തൊട്ട് ഫസ്റ്റ് പ്രോബ്ലത്തിൽ ചെയ്ത അതേ സ്റ്റെപ്പ്, അതായത് റൂട്ട് 7 ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്തതിന് ശേഷം വേണം ഇത്രയും കാര്യങ്ങൾ എഴുതാനായിട്ട്. ബട്ട് ദിസ് കോൺട്രഡിക്ട്സ് ദ ഫാക്ട് ദാറ്റ് റൂട്ട് 7 is irrational. ദിസ് കോൺട്രഡിക്ഷൻ ഒക്കേഴ്സ്. എന്തുകൊണ്ടാണ് ഇത് ഒക്കർ ചെയ്തത്? നമ്മൾ ഫസ്റ്റ് നമ്മുടെ അസംഷൻ, അതായത് 2 root 7 minus 1 റാഷണൽ ആണെന്ന് അസ്യൂം ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ ഒക്കർ ചെയ്തത്. ദിസ് കോൺട്രഡിക്ഷൻ ഒക്കേഴ്സ് ഓഫ് അവർ റോങ് അസംഷൻ. wrong assumption that നമ്മുടെ wrong assumption 2 root 7 minus 1 is rational. Therefore 2 root 7 minus 1 is an irrational number. Third question, prove that root 5 minus root 3 is irrational. അപ്പോൾ നമ്മൾ ആദ്യം അസ്യൂം ചെയ്യുന്നത്, assume that root 5 minus root 3 is rational. It's a rational number. Then root 5 minus root 3 എങ്ങനെ എഴുതാം? rational ആയതുകൊണ്ട് a by b, where a and b are coprime.
ഇനി ഇവിടെ എത്ര നേരം നമ്മൾ ചെയ്തതിൻ്റെ അകത്ത് ഒരെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇറാഷണൽ നമ്പർ ആയിട്ട്. ഇവിടെ √5 √3 രണ്ട് ഇറാഷണൽ നമ്പേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ചെയ്യേണ്ടത്? ഫസ്റ്റ് ഞാൻ ഇപ്പോൾ √3 ഞാൻ a/bയുടെ സൈഡിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ഇവിടെ എന്ത് വരും? √5 = a/b + √3. ഇനി സ്ക്വയർ ചെയ്യാം. സ്ക്വയറിങ് √5നെ സ്ക്വയർ ചെയ്ത് കഴിയുമ്പോൾ എന്തായിരിക്കും വരുന്നത്? അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതാം ഞാൻ. √5 the whole square = a/b + √3 the whole square. നിങ്ങളിത് സ്ക്വയറിംഗ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ √5ൻ്റെ സ്ക്വയർ 5 എന്നും ഇവിടെ ഇത് സ്ക്വയർ ചെയ്തിട്ട് നേരെ a²/b² + 3 എന്ന് എഴുതരുത്. കാരണം ഇത് a+b the whole square ആണ് വരുന്നത്. അതും എല്ലാവരും അത് സാധാരണ മിസ്റ്റേക്ക് വരുത്താറുള്ളതാണ്. ഇങ്ങനെ രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യുമ്പോഴേക്കും ഇവിടെ നമുക്ക് തെറ്റില്ല, കാരണം 5 എന്ന് തന്നെ വരും. ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ നേരെ ഈ രണ്ട് നമ്പർ വെറുതെ സ്ക്വയർ ചെയ്ത് വയ്ക്കും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇത് a+b the whole squareൻ്റെ റിസൾട്ട് വേണം, ആ ഐഡൻറ്റിറ്റി വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഇത് സ്ക്വയർ ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും? √5ൻ്റെ സ്ക്വയർ നമുക്ക് 5 എന്ന് കിട്ടും. ഈ റൈറ്റ് സൈഡിൽ a+b the whole square അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് a²/b² + 2ab എന്ന് പറയുന്ന ടേം എന്താ? 2 × a × b. b എന്ന് പറയുന്നത് √3 + b² എന്ന് പറയുമ്പോൾ നമുക്ക് 3 കിട്ടും. അപ്പോൾ 5 = ഇങ്ങനെ ഒരു റിസൾട്ട് വന്നു. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇനി ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ട് ഗ്രൂപ്പ് ചെയ്ത് എഴുതാം. ഇവിടെ നമുക്ക് 5 റൈറ്റ് സൈഡിൽ 3 ഉണ്ട്. ആ 3 കൂടി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 5 - 3 എന്നാവും. സോ 5 - 3 ദറ്റ് ഈസ് 2. 5 3 ഇപ്പുറത്തേക്ക് വരുമ്പോൾ -3 എന്നാവും അല്ലേ? 5 - 3 ആ 2 ആണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. അതുപോലെ ഈ a²/b² കൂടെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരും. അപ്പോൾ 2 - a²/b². അപ്പോൾ ആദ്യം 3യും കൊണ്ടുവന്നു, a²/b² കൊണ്ടുവന്നു. അപ്പോൾ ഇത് 5 - 3 എന്നുള്ളത് 2 ആയി, -a²/b² = 2a/b × √3. √3യുടെ ടേം മാത്രം ഒരിടത്ത് നിർത്തിയിട്ട് ബാക്കി എല്ലാത്തിനെയും നമ്മൾ ഈക്വൽറ്റിൻ്റെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാൻ പോവുക. ഇവിടെ ഇനി എൽസിയം എടുക്കുമ്പോൾ എന്ത് വരും? ഇവിടെ 2b² - a² the whole divided by b² = 2a/b × √3. ഇവിടെ നമുക്ക് b രണ്ടിൻ്റെ ഡിനോമിനേറ്ററിലായതുകൊണ്ട് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ b ഇങ്ങോട്ട് വരും. അപ്പോൾ ഈ bയും b² കട്ടാവും. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. b² bയും കട്ടാക്കി. ഇനി ഈ 2a ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ ഡിനോമിനേറ്ററിലേക്കും വരും. അപ്പോൾ എങ്ങനെ വരും? 2b² - a² the whole divided by 2ab = √3 അല്ലേ? അല്ലെങ്കിൽ തിരിച്ചെഴുതാം നമുക്ക്. √3 = 2b² - a² divided by 2ab. Clearly, since a, b and 2 ഇതെല്ലാം ഇൻറ്റിജേഴ്സ് ആണ്, ആർ ഇൻറ്റിജേഴ്സ്. ഇനി നേരത്തെ എഴുതിയ പോലെ തന്നെ റിസൾട്ട് വരുന്നത്. ഇവിടെ ഇങ്ങനെയൊന്നും സ്ക്വയർ ചെയ്യുക, രണ്ടും റൂട്ട് വാല്യൂ ആയതുകൊണ്ട് ഒരെണ്ണത്തിനെ ഒരു സൈഡിലേക്ക് എഴുതിയിട്ട് സ്ക്വയർ ചെയ്യുക, ഒരു കാര്യം മാത്രമേ ഇവിടെ പുതിയതായിട്ട് ചെയ്യുന്നുള്ളൂ. ആർ ഇൻറ്റിജേഴ്സ് 2b² - a² by 2ab എന്തായിരിക്കും? എന്ത് നമ്പർ ആയിരിക്കും? is a rational number. is a rational number. is a rational number. So √3 എന്ന് പറയുന്നത് ഈ 2b² - a² by 2ab യുടെ ഈക്വൽ ആണ്. ഈ സൈഡ് റാഷണൽ നമ്പർ ആണെങ്കിൽ ഉറപ്പായിട്ട് ഇത് ഈക്വൽ ആയതുകൊണ്ട് therefore √3 is a rational number. So √3 is a rational number. But we know that √3 is not rational. √3 is an irrational number. ഇവിടെ നമുക്ക് √3 റാഷണൽ നമ്പർ ആണെന്ന് കിട്ടാൻ കാര്യം എന്താണ്? ഫസ്റ്റത്തെ നമ്മുടെ അസംഷൻ, അതായത് √5 - √3 എന്ന് പറയുന്നത് റാഷണൽ ആണെന്ന് അസ്യൂം ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ ഒക്കർ ചെയ്തത്. അപ്പോൾ നമ്മുടെ ആ അസംഷൻ റോങ് ആയിരുന്നു. ദിസ് കോൺട്രഡിക്ഷൻ ഒക്കേഴ്സ് ഓഫ് അവർ റോങ് അസംഷൻ ദാറ്റ് √5 - √3 is rational number. Therefore √5 - √3 is an irrational number. Fourth question, prove that √3 + √4 is irrational. നേരത്തെ പോലത്തെ സെയിം ക്വസ്റ്റ്യൻ ആണ്. അവിടെ മൈനസിന് പകരം ഇവിടെ പ്ലസ് എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അസ്യൂം √3 + √4 is a rational number. is rational. Therefore √3 + √4 = എന്തെന്ന് എഴുതാം? a/b, where a and b are coprime. So
ഇതിലൊരു നമ്പറിനെ ഈക്വൽ ടുവിൻ്റെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. ഞാൻ √4 ഇവിടെ നിർത്തിയിട്ട് √3 കൊണ്ടുപോകാണ് അപ്പുറത്തേക്ക്. അപ്പോൾ √4 ഇസ് ഈക്വൽ ടു a/b മൈനസ് √3. അടുത്ത് എന്താ ചെയ്യേണ്ടത്? സ്ക്വയർ ചെയ്യുക. സ്ക്വയറിങ്, ദാറ്റ് മീൻസ് √4 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ a - b ദ ഹോൾ സ്ക്വയറിൻ്റെ ഫോമിലാണ് ഇത് വരുന്നത്. ദെൻ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4 ഈക്വൽ ടു, ഇതിപ്പോൾ a - b ദ ഹോൾ സ്ക്വയർ. അതെന്താ a - b ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്? a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അതിവിടെ അപ്ലൈ ചെയ്യുമ്പം a സ്ക്വയർ എന്ന് പറയുന്നത് ഇത് a സ്ക്വയർ ബൈ ബി സ്ക്വയർ ആവും, മൈനസ് 2 ഇൻറ്റു a/b 2ab പ്ലസ് ബി സ്ക്വയർ, ദറ്റ് ഈസ് √3 ദ ഹോൾ സ്ക്വയർ, ദറ്റ് ഈസ് 3. 4 ഈക്വൽ ടു ഇങ്ങനെ റിസൾട്ട് കിട്ടി. അടുത്ത് ഇനി നമുക്ക് ഈ പ്ലസ് 3 ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ 4 - 3 ദറ്റ് ഈസ് 1. 4 - 3 ദറ്റ് ഈസ് 1. അതുപോലെ തന്നെ ഈ a സ്ക്വയർ ബൈ ബി സ്ക്വയറിനെ കൂടെ ലെഫ്റ്റ് സൈഡിലേക്ക് എഴുതാം. അപ്പോൾ അത് മൈനസ് a സ്ക്വയർ ബൈ ബി സ്ക്വയറിനാവും. റൈറ്റ് സൈഡിൽ ഇപ്പോൾ നമുക്കുള്ളത് മൈനസ് 2a/b ഇൻറ്റു √3. ഇപ്പോൾ റൂട്ടിൻ്റെ വാല്യൂ മാത്രം ഒരു സൈഡിൽ ഈക്വൽ ടുവിൻ്റെ ഏതെങ്കിലും ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ നമുക്ക് കീപ്പ് ചെയ്യാം. ഇവിടെ എൽസിയം എടുക്കുമ്പോഴേക്കും ബി സ്ക്വയർ മൈനസ് a സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു മൈനസ് 2a/b ഇൻറ്റു √3. ഇവിടെ നോക്കിയേ, ഇവിടെ ബി സ്ക്വയർ ആണ്, അതിലൊരെണ്ണം ക്യാൻസൽ ചെയ്യാം നമുക്ക്. അതുപോലെ പിന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇവിടെ എന്താ ടേം വരുന്നത്? ബി സ്ക്വയർ മൈനസ് a സ്ക്വയർ ബൈ മൈനസ് 2ab, മൈനസ് കൊണ്ട് ഞാൻ ഇപ്പുറത്തേക്ക് എഴുതി, ഈക്വൽ ടു √3. ഇനി ഇവിടെ നമുക്കിവിടെ ഒരു മൈനസ് ഉണ്ട്. ഇത് ഈ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും, ബ്രാക്കറ്റിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും ഇത് എന്തായിട്ട് മാറും? ബി സ്ക്വയർ മൈനസ് a സ്ക്വയർ എന്നുള്ളതിന് പകരം നമുക്ക് തിരിച്ച് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതാം. അതുപോലെ ഇനി √3നെയും കൂടെ ഈ സൈഡിലേക്ക് എഴുതും കേട്ടോ. അപ്പോൾ a ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാലും b ഈക്വൽ ടു a എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ. സോ അതുകൊണ്ട് ഞാനിതിനെ ജസ്റ്റ് അപ്പുറത്തേക്കും ചേഞ്ച് ചെയ്ത് എഴുതുക. അതുപോലെ തന്നെ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും ഇത് എന്തായിട്ട് മാറും? a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2ab. a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഡിവൈഡ് ബൈ 2ab. സാധാരണ എഴുതുന്ന പോലെ സിൻസ് a, b and 2 are integers എന്ത് പറയാം? a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ 2ab is a rational number. But this rational number equal to √3 എന്നാണ് ഇവിടെ വന്നേക്കുന്നത്. And so √3 is also rational. √3 is a rational number. √3 നമുക്ക് rational എന്ന് കിട്ടി. But we know that √3 is irrational. സാധാരണ ഇനി എഴുതുന്ന പോലെ തന്നെ കംപ്ലീറ്റ് ചെയ്താൽ മതി. But √3 is irrational. അല്ലെങ്കിൽ which contradicts the fact that √3 is irrational. This contradiction occurs of a wrong assumption that, first assumption എന്തായിരുന്നു? √3 plus √4 is a rational number. അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് അസംഷൻ. അതുകൊണ്ടാണ് നമുക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടിയത്. Therefore √3 plus √4 is an irrational number. Therefore √3 plus √4 is an irrational number. Fifth question. For any prime positive integer p, prove that √p is an irrational number. ഏത് പ്രൈം നമ്പർ p വന്നാലും √p ഇറാഷണൽ ആണെന്നുള്ള റിസൾട്ടാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് √2 √3 ഒക്കെ പ്രൂവ് ചെയ്ത പോലെ തന്നെയാണ്. അവിടുത്തെ ആ 2 3ൻ്റെ ഒക്കെ നമ്പറിന് പകരം p എന്നുള്ള വേരിയബിൾ ജനറൽ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ എന്നുള്ളതേ ഉള്ളൂ. സ്റ്റെപ്സ് എല്ലാം അതുപോലെ തന്നെ എഴുതേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താണ് അസ്യൂം ചെയ്യേണ്ടത്? അസ്യൂം ദാറ്റ് ഇതിൻ്റെ കോൺട്രഡിക്ഷൻ നമ്മൾ അസ്യൂം ചെയ്യും. അസ്യൂം ദാറ്റ് √p is a rational number. √p is a rational number. Then √p is equal to, therefore √p നെ നമുക്ക് a/b എന്നുള്ള ഫോമിൽ എഴുതാം, where a and b are coprime. Then squaring, we get squaring p is equal to a square by b square. Cross multiply ചെയ്യുമ്പോഴേക്കും എന്ത് വരും?
പി ഇൻറ്റു, അതായത് ഇവിടെ നേരത്തെ റൂട്ട് 2 ആയിരുന്നപ്പോഴേക്കും 2 ഈക്വൽ ടു എന്ന് വരുമായിരുന്നു. റൂട്ട് 3 ആയിരുന്നപ്പോൾ 3 ഈക്വൽ ടു. ഇവിടെ പി റൂട്ട് പി ആയതുകൊണ്ട് പി ഈക്വൽ ടു പി ബി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ, വിച്ച് മീൻസ് ദാറ്റ് പി divides a square. Then using that theorem, then p divides a also. a സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രൈം നമ്പർ അതിൻ്റെ സ്ക്വയർ റൂട്ട് ആയിട്ടുള്ള എയും ഡിവൈഡ് ചെയ്യും. ഈ റിസൾട്ട് നമ്മൾ 1 ആയിട്ട് എടുക്കും. പി ഡിവൈഡ്സ് എ എന്നുള്ള റിസൾട്ട് നമ്മൾ 1 ആയിട്ട് കൊടുത്തു. ഇനി പി എയെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് എ പിയുടെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാം. സോ പി ഇൻറ്റു സി, അവിടെ നമ്പർ വരുന്നതിൻ്റെ അടുത്തെല്ലാം എന്ത് വെച്ച് റീപ്ലേസ് ചെയ്താൽ മതി? പി എന്നുള്ള വേരിയബിൾ വെച്ച് റീപ്ലേസ് ചെയ്താൽ മതി. സി ഈസ് ആൻ ഇൻറ്റിജർ. Then using the result we have പി ബി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. ഇനി എന്താ ചെയ്യേണ്ടത്? മറ്റേ നമ്പറും ഈ വേരിയബിളിന് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. സാരമില്ല, അത് 2-3 പ്രാവശ്യം എഴുതി പഠിച്ചു കഴിയുമ്പോഴേക്കും അത് കിട്ടും കേട്ടോ. അപ്പോൾ പി ബി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്നുള്ള റിസൾട്ട് ഉണ്ടായിരുന്നു. അവിടെ ഇനി എയുടെ പ്ലേസിൽ നമ്മൾ പി ഇൻറ്റു സി എന്നുള്ളത് കൊടുക്കാൻ പോവാം. പുട്ട് എ ഇസ് ഈക്വൽ ടു പി സി. അപ്പോൾ എന്തായിട്ട് വരും റിസൾട്ട്? പി ബി സ്ക്വയർ ഈക്വൽ ടു പി ഇൻറ്റു സി ദ ഹോൾ സ്ക്വയർ, അല്ലെങ്കിൽ പി സ്ക്വയർ സി സ്ക്വയർ. പി ബി സ്ക്വയർ ഈക്വൽ ടു പി സ്ക്വയർ സി സ്ക്വയറിൻ്റെ അകത്ത് ഒരു പി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബി സ്ക്വയർ ഈക്വൽ ടു പി ഇൻറ്റു സി സ്ക്വയർ എന്ന് എഴുതാം. വിച്ച് മീൻസ് ദാറ്റ് പി ഡിവൈഡ്സ് ബി സ്ക്വയർ. ബി സ്ക്വയർ എന്ന് പറയുന്നത് പി ഇൻറ്റു സം വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പി ബി സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യും. പി ഡിവൈഡ്സ് ബി സ്ക്വയർ. ദെൻ യൂസിങ് ദ തിയറം പി ഡിവൈഡ്സ് ബി. പി ഡിവൈഡ്സ് ബി എന്നുള്ളത് റിസൾട്ട് 2 ആയിട്ട് കൊടുക്കുന്നു. പി ഡിവൈഡ്സ് എ എന്നുള്ളത് നമുക്ക് റിസൾട്ട് 1 ആയിട്ടുണ്ടായിരുന്നു. ആസ് പി ഡിവൈഡ്സ് എ ആൻഡ് പി ഡിവൈഡ്സ് ബി ടുഗദർ ഇംപ്ലൈ ദാറ്റ് പി ഡിവൈഡ്സ് both a and b. From 1 and 2, p divides both a and b. ഇനി സാധാരണ എഴുതുന്ന പോലെ തന്നെ therefore p is a common factor to both a and b. ഫസ്റ്റ് നമ്മൾ അസ്യൂം ചെയ്തത് എക്കും ബിക്കും 1 അല്ലാതെ ഒരു കോമൺ ഫാക്ടറും ഇല്ലെന്നാണ്, ബിക്കോസ് എ ആൻഡ് ബി ആർ കോപ്രൈം. സോ ഇവിടെ നമുക്ക് പി എന്ന് പറയുന്നൊരു കോമൺ ഫാക്ടർ ഉണ്ടെന്ന് കിട്ടി. സോ വിച്ച് കോൺട്രഡിക്ട്സ് ദ ഫാക്ട് ദാറ്റ് എ ആൻഡ് ബി ആർ കോപ്രൈം. ആ കോൺട്രഡിക്ഷൻ ഒക്കർ ചെയ്ത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് അവർ റോങ് അസംഷൻ ദാറ്റ് റൂട്ട് പി ഈസ് റാഷണൽ. റൂട്ട് പി റാഷണൽ ആണെന്ന് അസ്യൂം ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ ഒക്കർ ചെയ്തത്. therefore റൂട്ട് പി ഈസ് ഇറാഷണൽ. ഇനി സാധാരണ എഴുതുന്ന പോലെ തന്നെ എഴുതി വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി. therefore a and b have at least p as a common factor, but this contradicts the fact that a and b are coprime. This contradiction occurs of a wrong assumption that root p is rational. Therefore root p is irrational. അപ്പോൾ നമ്മുടെ ആ സെക്ഷൻ കഴിഞ്ഞു. റിവിസിറ്റിംഗ് റാഷണൽ നമ്പേഴ്സ് എന്നുള്ള സെക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ റാഷണൽ നമ്പേഴ്സ് നമ്മൾ പറഞ്ഞായിരുന്നു പി ബൈ ക്യൂ ഫോമിലാണ് എഴുതുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ 2-3 തിയറമാണ് അവിടെ പഠിക്കുന്നത്. തിയറത്തിന് ബേസ് ചെയ്തിട്ട് പി ബൈ ക്യൂവിൻ്റെ ക്യൂവിനൊരു ഫോം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാതെ തന്നെ, ലോങ് ഡിവിഷൻ മെത്തേഡ് ചെയ്യാതെ തന്നെ നമുക്ക് അതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിംഗ് ആണോ അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആണോ എന്നൊക്കെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതായിരിക്കും എടുക്കാൻ പോകുന്നത്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന പുതിയ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക.